90s കിഡ്സിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു സുസുക്കി സമറായുടെ. ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് നിർമ്മിക്കുമ്പോഴും ക്ലട്ടർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ കാലത്ത് ക്ലട്ടർ ബ്രേക്കിംഗ് ആയിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഡൗൺ ദ ലൈൻ ഓൾമോസ്റ്റ് 30 years ആയിട്ടും 90s കിഡ്സ് പലരും മറക്കാത്തൊരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു സുസുക്കി സമറായുടെ ദ നോ പ്രോബ്ലം ബൈക്ക്. നമസ്കാരം, വീലോ സിറ്റിയിലേക്ക് സ്വാഗതം. സമറായി ആ കാലത്തെ ഏറ്റവും നല്ല ഒരു സിറ്റി റൈഡിങ്ങിനുള്ള ഒരു ബൈക്കായിരുന്നു. ഏർലി ജോബേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിരുന്ന ഒരു ബൈക്കായിരുന്നു സമറായി. ആ കാലത്തൊക്കെ ഒരു ലേറ്റ് 90s അല്ലെങ്കിൽ ഏർലി 2000s ബാംഗ്ലൂർ നഗരത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 10-6 ബൈക്സും സമറായി ആയിരുന്നു. അതിൻ്റെ ഒരു റീസൺ സ്മൂത്ത് റൈഡ്, ഇനീഷ്യൽ പിക്കപ്പ്. 2-stroke ബൈക്സിൽ ഭയങ്കര പവർഫുൾ ബൈക്കല്ലായിരുന്നെങ്കിലും വളരെ സ്മൂത്തായിരുന്നു. ഇതിന് വന്ന എൻജിൻ എയർ കൂൾഡ് ആയിട്ടുള്ള 98.2 cc 2-stroke എൻജിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് 7.5 PS അറ്റ് 5500 RPM ആയിരുന്നു. 1994 ലോഞ്ച് ചെയ്ത സുസുക്കി സമറായി മാക്സ് 100 എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള TVS സുസുക്കി കൊളാബറേഷനിലുള്ള ആ പ്രൊഡക്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിച്ചത്. സെയിം എൻജിൻ സ്പെക്സ് ഒക്കെയാണ്, ട്യൂണിങ്ങിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. 94 ലോഞ്ച് ചെയ്ത സമറായിക്ക് അത്യാവശ്യം നല്ല ഒരു സെയിൽസ് വോളിയം TVS സുസുക്കിക്ക് ഫെച്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. 99 ഇതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നത്. ഇനിഷ്യൽ സമറായിക്ക് വന്നിരുന്നത് മെറ്റൽ മഡ് ഗാർഡ്, ഒരു വളരെ സിമ്പിളായിട്ടുള്ള മീറ്റർ കൺസോൾ ആണ്. 99 ആയപ്പോൾ പൊല്യൂഷൻ നോംസ് ഒക്കെ വളരെ സ്ട്രിഞ്ചൻ്റ് ആകുന്ന സമയത്താണ് പല 2-stroke വെഹിക്കിൾസും നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യമഹ RX100, ബജാജ് KB100 മുതലായ വാഹനങ്ങൾ. TVS സുസുക്കി ഒരു അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ കാറ്റലിറ്റിക് കൺവേർട്ടറോട് കൂടിയാണ് ബൈക്സ് ലോഞ്ച് ചെയ്തത്. ഇത് കുറച്ചുകൂടെ ഫൈബർ മഡ് ഗാർഡ് ആക്കി, പിന്നെ കളർ സ്കീംസ് ഡിഫറെൻ്റ് ആക്കി. ഈ കാണുന്ന ഗ്രീനിന് പുറമെ ഒരു മെറൂണും ബ്ലാക്കും, ഈ 2 കളേഴ്സും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മീറ്റർ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഷോഗണിനെ അനുസ്മരിപ്പിക്കുന്ന പോലത്തെ മീറ്റർ ക്ലസ്റ്ററാണ്. സമറായിക്ക് ഫേസ് ലിഫ്റ്റഡ് വേർഷന് ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ ഫ്യൂൽ ഗേജും, ഷോഗണിനാകട്ടെ ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ ടാക്കോമീറ്ററും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ചുകൂടെ പവർഫുൾ വെഹിക്കിളായിരുന്നു. അപ്പം ആ കാലത്തെ ഒരു അഡ്വാൻസ്ഡ് ഒരു ഫീച്ചറായിരുന്നു. ഇത് എൻ്റെ സ്വന്തം സമറായി ആണ്. ഇത് 2001 മോഡൽ. എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയപ്പോൾ ഞാൻ പ്രിഫർ ചെയ്ത് തന്നെ എടുത്ത ഒരു ബൈക്കാണ് സമറായി. ആ കാലത്ത് ഒരു പക്ഷേ 90s കിഡ്സിനൊക്കെ ഓർമ്മയുള്ള ഒരു സിനിമയായിരുന്നു അനിയത്തിപ്രാവ്. ആ സമയത്താണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഭയങ്കര പോപ്പുലറായി കൊണ്ടിരുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഞാൻ സമറായി എടുത്തതിൻ്റെ റീസൺ ഒന്ന് 2-stroke ആണ്, പിന്നെ ഈ ഒരു എൻജിനിലുള്ള ഒരു വിശ്വാസം. 2001 എടുത്ത വാഹനം ഇപ്പോൾ 23 years ആയി. ഇന്നും എൻ്റെ ഡെയിലി റൈഡാണ് ഈ വാഹനം. ഈ ഒരു 23 yearsൽ കൺസ്യൂമബിൾസ്, ടയർ, ബാറ്ററി എല്ലാം ഒഴിച്ച് ബാക്കി മെയിൻ്റനൻസ് മൊത്തം ആഡപ്പ് ചെയ്താൽ പോലും ഒരു 5,000 rupees താഴെ ഈ വാഹനത്തിന് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ഭയങ്കര റഫായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മിക്കവാറും എല്ലാം സിംഗിൾ റൈഡാണ്. ചിലപ്പോൾ മാത്രം പിലിയനുമായിട്ട് പോയിട്ടുണ്ട്. ട്രിപ്പിൾ റൈഡിങ് ഒരിക്കലും ഈ ബൈക്കിൽ ഞാൻ ചെയ്തിട്ടില്ല. 57,000 കിലോമീറ്റേഴ്സോളം മാത്രമേ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ വണ്ടി നല്ല ഫ്രഷാണ്. ലോക്കൽ റൈഡ് മാത്രമല്ല, ഇടയ്ക്ക് ഞാൻ ചെറിയ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 50-60 കിലോമീറ്റർ വൺ സൈഡ് ഒക്കെ റൈഡ് ചെയ്യാറുമുണ്ട്. അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഇപ്പോഴും ഈ ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 5 years ബാക്ക് ഒരു അപ്ഗ്രേഡിനെ പറ്റി ചിന്തിച്ചു. വേറൊന്നുമല്ല, എനിക്കിനി ഒരു ബൈക്കിൻ്റെ ആവശ്യമില്ല, ഒരു സ്കൂട്ടറിലേക്ക് മാറാമെന്നുള്ള ഒരു ചിന്തയിൽ. അപ്പോൾ TVSൻ്റെ തന്നെ ഷോറൂമിൽ ഇത് ട്രേഡ് ഓഫ് ചെയ്തൊരു സ്കൂട്ടർ, ജൂപ്പിറ്റർ പോലത്തെ ഏതെങ്കിലും ഒരു സ്കൂട്ടറിലേക്ക് മാറാമെന്ന് കരുതി അവിടെ സമീപിക്കുകയുണ്ടായി. അന്ന് ഈ വാഹനത്തിന് പറഞ്ഞ ഒരു വില 2,000 rupees ആണ്. അത് ശരിക്കും ഒരു ഇൻസൾട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട്
എന്തൊക്കെ വന്നാലും ഇപ്പം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചത്താലും ഞാൻ എൻ്റെ വണ്ടി കൊടുക്കില്ല എന്ന് പറയുന്ന പോലെ കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തു. മറ്റൊന്നുമല്ല, ശരിക്കും ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന പോലെ ഒരു നോ പ്രോബ്ലം ബൈക്ക് തന്നെയാണ് സുസുക്കി സമുറായി. സമുറായിയെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായ ഓട്ടോമൊബൈൽ റിലേറ്റഡ് വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.